ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി വെക്കാൻ അറിയില്ല ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാനൊരു 100,000 വട്ടം ഞാൻ കാണും. അപ്പോൾ ഞാനത് കണ്ടുകൊണ്ട് ഞാൻ പഠിക്കും. അതുകൊണ്ടാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രാവശ്യം ഞാൻ ഇൻട്രോ കൊടുക്കാൻ മറക്കും. ഇത് ഞാൻ മറക്കില്ല എന്ന് വിചാരിച്ച് ഉറപ്പിച്ച് എടുത്തു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി. അതിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റാണ്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത്. ഞാൻ കഴിച്ചിട്ട് വരാം. പിന്നെ ഇന്ന് ലഞ്ചിന് നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല അമ്മ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ എൻ്റെ വക പായസം കൂടിയുണ്ട്. എന്താണ്? പാലട പായസം മിക്സാണ് ഗൈസ്. ദോശ, ചെമ്മീൻ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ഇനി ചെമ്മീൻ വാങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഉമ്മയുടെ ഉമ്മയുടെ ഉള്ളി എരിഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ണ് നീറുന്നുണ്ട്. പിന്നെ ഉള്ളി എരിയുമ്പോൾ കണ്ണ് നീറുന്നതും നമ്മളവിടെ പറയൽ മാപ്പിളനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ചായ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് ബാക്കി വേണം ഉമ്മാനെ സഹായിക്കാൻ ഇല്ലേ? ആകെ പിമ്പിൾസും ആക്നസും വന്നിട്ട് നമുക്ക് ആകെ നാശമായിക്കണം ഗൈസ്. ഇതാണ് നമ്മളെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇല. പിന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലെന്തൊക്കെ ഇട്ടിക്കണ? വെള്ളം, ക്യാരറ്റ്, ഉപ്പിട്ടോ, ഉപ്പ്, പിന്നെ ഈ ഇല. നമുക്ക് മുന്തിരി ആവശ്യമുണ്ട്. ഓൾസോ അണ്ടിപ്പരിപ്പ്, കാഷ്യൂസ്. സോ ഫസ്റ്റ് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ചട്ടിൻ്റെ ലുക്ക് കണ്ട് ആരും പേടിക്കണ്ട. ഇതിൻ്റെ പ്രായം പോയി ചട്ടിക്ക് ഇമ്മത് മാറ്റില്ല. അതുകൊണ്ടാണ് നല്ല നെയ്യിൽ കിടന്ന് ഫ്രൈ ചെയ്യണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതായിട്ട് വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ. ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് ഗൈസ്. അടുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരിയും. നമ്മളെ ബീഫ്, ഉപ്പ്, മഞ്ഞൾ, മല്ലി, മുളക് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ച് കുക്കറിലടിച്ച് വേവിക്കാം ഗൈസ്. ചെറുള്ളി ചതച്ചത്. ഇനി അടുത്തെന്താ ചതക്കാലത്? ഇത് ഇഞ്ചി വെളുത്തുള്ളി അല്ലേ? പച്ചമുളകും. ഇപ്പോൾ നമുക്ക് ക്രഷ്ഡ് ചില്ലി, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ടൊമാറ്റോ ഇതും കൂടിയാണുള്ളത്. പച്ചമുളക് ഇത് വഴറ്റിയിട്ട് കപ്പ വാഴയില ഫോർ ദമ്മിടാൻ. ദിസ് ഇസ് ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയും ചോറും തമ്മിൽ ആവാതിരിക്കാൻ അല്ലേ? ഒന്നാവാതിരിക്കാൻ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഇതിങ്ങനെ വെക്കണം. അതിൻ്റെ മുകളിൽ ചോറിടും. ചോറിലിടാം. ആദ്യം മസാല, അതിൻ്റെ മുകളിൽ ഈ ഇല ഇങ്ങനെ വെക്കും. പിന്നെ ചോറിടും. പിന്നെ നമ്മൾ ദമ്മിടും. ഇതിപ്പോൾ നമ്മൾ ഒരു വിസിലടിച്ചു. ആൻഡ് ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ടിട്ട് ഒന്നും കൂടി വിസിലടിപ്പിക്കും. അപ്പോഴാണ് അത് കറക്റ്റ് ആവും. റൈസ് ഇവിടെ ഏകദേശം
തിന്നാൻ അത്ര ഈസി അല്ല അത് ഉണ്ടാക്കാനും ഇപ്പോൾ മനസ്സിലായി. ഉമ്മാനൊക്കെ സമ്മതിക്കണം, പാവമ്മ. സോ സ്വീറ്റ്. സോപ്പിടത്തില്ല, സീരിയസ്ലി നല്ല ഇടങ്ങാറ് കൊടുത്ത പരിപാടിയാണ്. കുക്കിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇത്. എനിവേ, അടുത്തത് ഞാനെൻ്റെ പാലട പായസം ഉണ്ടാക്കാൻ പോവാണ്. ഡയറക്ഷൻ നോക്കിയിട്ടുണ്ടാക്കാം. നമുക്ക് പാലിലേക്ക് നമ്മൾ പാലട മിക്സ് ഇടാം. ഐ ലവ് മിൽക്ക് മെയ്ഡ്. മിഠായി മീറ്റ് അമുലിൻ്റെ സോ ഗുഡ്. അപ്പം നമ്മൾ ബീഫൊക്കെ റെഡിയായി. ദമ്മിടൽ ചടങ്ങാണ് നടക്കുന്നത്. നമ്മൾ ഇലൻ്റെ ഇവിടെയൊക്കെ അങ്ങനെ കണ്ടു ഇങ്ങനെ കീറി കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണവും ഒക്കെ ഇങ്ങനെ വരാൻ. നെക്സ്റ്റ് കേട്ടോ, നമ്മൾ ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂസും ക്യാരറ്റും മല്ലിയിലയും അങ്ങനെ ദമ്മിടാൻ ഞാൻ പഠിച്ചു. ഇതാക്കാം. പായസം നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മളെ പായസം റെഡിയായി, ബിരിയാണി റെഡിയായി. ബിരിയാണി ഇവിടെ ദമ്മിലിട്ടിരിക്കുന്നു, പായസം ഇവിടെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അത് ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ കാണാം. പിന്നെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, സാലഡ്. അത് കാണിച്ചു തരാം. ഞാനൊന്ന് മാറിയപ്പോഴത്തേനും ദമ്മൊക്കെ പൊട്ടിച്ചു ഗൈസ്. ഫൈനലായിട്ട് ഞാൻ ഉണ്ടാക്കിയ പായസം കൂടെ കുടിക്കാം. നല്ല സോയമ്മ. പിന്നെ ബിരിയാണിയിൽ ദമ്മിടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും അതിലെന്തെങ്കിലും ഒരു കാഴ്ചകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ടൈം ശരിയാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.